യെസ്, മറ്റൊരു കോളർ കൂടിയുണ്ട്. കേരളപുരത്ത് നിന്ന് MS റഹീം ചിരിക്കുകയാണ്. റഹീം, ഡോക്ടറോട് ചോദിക്കാം. ഹലോ. ഹലോ. മേഡം നമസ്കാരം. നമസ്കാരം. എനിക്ക് ഒരു 1-2 പേഷ്യന്റിനെ എത്തിക്കും, പക്ഷെ അവരെ ഒന്നും നമുക്ക് തിരികെ കിട്ടിയില്ല. ഒരു പേഷ്യന്റിന് ലാസ്റ്റ് ഉണ്ടായെന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസം വരികയും അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ പേഷ്യന്റ് മരണപ്പെടുകയാണ് ചെയ്തത്. അത് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ച സമയം വരെ നമ്മളോട് സംസാരിച്ച് നടന്നാണ് ഹോസ്പിറ്റലിൽ കയറിയത്. എനിക്ക് അവര് ഡോക്ടേഴ്സിനോട് കൃത്യമായി ചോദിച്ചപ്പോൾ തന്ന മറുപടി പോൺ സ്ട്രോക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഈ പോൺ സ്ട്രോക്ക് ആന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആമുഖമായിട്ട് ഡോക്ടറുടെ കേട്ടപ്പോ 2 സൈസ് സ്ട്രോക്കാ വരുന്നതെന്ന് പറഞ്ഞു. ഒന്ന് രക്തം കട്ട പിടിക്കുക, അല്ലെങ്കിൽ വെയിൻ പൊട്ടുക, അമിതമായ ബ്ലീഡിങ് ഉണ്ടാകുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ പോൺ സ്ട്രോക്ക് സംഭവിച്ചെന്ന് പറഞ്ഞ പേഷ്യന്റ് ഞാൻ ഇവിടുന്ന് ചിത്രയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഡോക്ടറോട് ചോദിച്ചും പറഞ്ഞു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വെന്റിലേറ്റർ സപ്പോർട്ടൊന്നും കൊടുക്കേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ പിന്നെ ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് എന്ന നിലയിൽ നമുക്കൊരു പേഷ്യന്റിനെ കണ്ടാൽ ആ പേഷ്യന്റ് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ എന്താണ് ആ പേഷ്യന്റ് ചെയ്തു കൊടുക്കേണ്ടത്? ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുന്നേ ഒരു സ്ട്രോക്ക് പേഷ്യന്റിന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്താണ് നമ്മളുടെ പ്രഥമ ദൃഷ്ടിയാൽ നമുക്കത് സ്ട്രോക്ക് ആണ് എന്ന് തോന്നിയാൽ എന്താണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല? ശരി, നമുക്ക് സ്ട്രോക്ക് പേഷ്യൻസിൽ നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് സ്ട്രോക്ക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത് അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ പോകുന്ന വഴി അവർക്ക് വരാവുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ ഭക്ഷണം ഇറക്കാനോ ഉമിനീരിറക്കാനോ ബുദ്ധിമുട്ട് വരിക, അപസ്മാരം വരിക, ബോധാവസ്ഥ കുറയുക എന്നുള്ള കാര്യങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെരിച്ച് കിടത്തുക, ഇടതുഭാഗം ചെരിച്ച് കിടത്തുക. അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഇടതുഭാഗം ചെരിച്ച് കിടത്തുക. അതേപോലെ ഉമിനീര് നമ്മുടെ ലങ്സിലേക്ക് പോകാനുള്ള റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. അതിനോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കാൻ നോക്കുക. നമുക്കിപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ എത്തിയിട്ടാണെങ്കിൽ അവിടെ നിന്ന് കയറി ബാക്കി കാര്യങ്ങളും രോഗിയുടെ പൾസ് BP അതൊക്കെ സ്റ്റേബിൾ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് സ്കാനിങ് സൗകര്യങ്ങളുള്ള ഒരു സെൻറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് എന്ന രീതിക്ക് ചെയ്യാൻ പറ്റുക. MS റഹീമാണ് കേരളപുരത്ത് നിന്ന് വിളിച്ചത്. ഡോക്ടർ